നമസ്തേ. സ്കന്ദഷഷ്ഠി ഈ മാസത്തിലെ, അതായത് തുലാമാസത്തിലെ അമാവാസി കഴിഞ്ഞു വരുന്ന 6-ാം ദിനം ആണ് സ്കന്ദഷഷ്ഠി. ഇന്ന് അമാവാസിയാണ്. ഒക്ടോബർ മാസം 21-ാം തീയതി ഇന്ന് അമാവാസി. നാളെ മുതൽ 6 ദിവസമാണ് സ്കന്ദഷഷ്ഠിയുടെ വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ടത്. അതിനായിട്ട് പ്രഭാതത്തിങ്കൾ നാളെ പ്രഥമയാണ്. പ്രഥമ തിഥിയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ഠി. അതിൽ പ്രഥമ തിഥി നാളത്തെ ദിവസം രാവിലെ കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് മുരുകൻ കോവിലിൽ പോയി പ്രാർത്ഥനാ കാര്യങ്ങൾ ചെയ്ത് വ്രതം ആരംഭിക്കുകയും തുടർന്ന് എല്ലാ ദിവസവും അത് തുടരുകയും 6-ാം ദിവസം പൂർണ്ണവ്രതമായിട്ട് രാവിലെ മുതൽ ക്ഷേത്രത്തിൽ തന്നെ അധിവസിക്കുകയും പ്രാർത്ഥനാ കാര്യാദികൾ ചെയ്ത് വഴിപാടുകൾ നടത്തി ഉച്ചയ്ക്ക് ഷഷ്ഠി പൂജാദി കാര്യങ്ങൾ, ഷഷ്ഠി അഭിഷേകാദികൾ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് പ്രസാദം കഴിക്കുകയും ഷഷ്ഠി നിവേദ്യാദികൾ കഴിക്കുകയും വൈകുന്നേരം സന്ധ്യയ്ക്ക് ശേഷം സ്കന്ദപുരാണാദി പാരായണങ്ങൾ ചെയ്ത് വ്രതം പാരണമിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. എല്ലാ ഭക്തജനങ്ങൾക്കും വ്രതാനുഷ്ഠാനങ്ങൾ കൃത്യമായി ചെയ്യാനുള്ള അവസരം ഈശ്വരൻ തരട്ടെ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാ കുടുംബത്തിനും നന്മയുണ്ടാകട്ടെ. വ്രതാനുഷ്ഠാനം ചെയ്താൽ കുട്ടികൾക്ക്, അതായത് പാർവതി മാതാവ് അനുഷ്ഠിച്ച വ്രതമാണ് തൻ്റെ പുത്രൻ്റെ ശാരീരിക വൈരൂപ്യങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് അനുഷ്ഠിച്ചതാണ്. ശാരീരികമായും മാനസികമായും ഉള്ള വൈരൂപ്യങ്ങൾ മാറാനും ആരോഗ്യം, വിദ്യാഭ്യാസം, സമ്പത്ത്, ഭാഗ്യാദികൾ ലഭിക്കുന്നതിനും എല്ലാവർക്കും സ്കന്ദഷഷ്ഠി അനുഷ്ഠിക്കാം. അമ്മമാർക്കും അച്ഛന്മാർക്കും മക്കൾക്കും കുട്ടികൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും സ്കന്ദഷഷ്ഠി അനുഷ്ഠിക്കാം. എല്ലാവർക്കും സ്കന്ദഷഷ്ഠി അനുഷ്ഠിക്കാനും ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ലഭിക്കാനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമസ്തേ.